നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ഡയാലിസിസ് രോഗികൾ സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചു. കഴിഞ്ഞ 2 മാസമായി തകരാറിലായ ഡയാലിസിസ് മെഷീൻ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രോഗികൾ സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചത്. കടപ്പുറം ഹൈസ്കൂളിന് സമീപം യുവാക്കൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പേർക്ക് കുത്തേറ്റു. കടപ്പുറം കോളനിപ്പടി സ്വദേശി ഉവൈസ്, അഞ്ചങ്ങാടി സ്വദേശി സാലി എന്നിവർക്കാണ് കുത്തേറ്റത്. മയക്കുമരുന്ന് സംഘങ്ങൾ മൂലം മേഖലയിലെ സ്വൈര്യ ജീവിതം നഷ്ടപ്പെടുന്നതായി നാട്ടുകാർ. വടക്കാഞ്ചേരി ബൈപ്പാസ് റെയിൽവേ മേൽപ്പാലം ഒഴികെയുള്ള ഭാഗത്തിന്റെ DPR തയ്യാറാക്കുന്നതിനായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി നിർദ്ദേശിക്കപ്പെട്ട വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായുള്ള തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA. ഓണത്തോടനുബന്ധിച്ച് എക്സൈസ് ജില്ലയിൽ പരിശോധന കർശനമാക്കി. ലഹരി സംഘങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്കും അറിയിക്കാമെന്ന് എക്സൈസ്. കൊടുങ്ങല്ലൂരിൽ ബൈക്ക് അപകടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. ശ്രീനാരായണപുരം അഞ്ചങ്ങാടി കൊണ്ടിയാറ അജിതന്റെ മകൻ അനഖാണ് മരിച്ചത്. പെരിഞ്ഞനത്ത് ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കടയുടെ ഷട്ടറും ഉള്ളിലെ ഗ്ലാസ് ഷോക്കേസും പൂർണ്ണമായും തകർന്നു. 4 വയസ്സുകാരിയെ ലൈംഗിക അതിക്രമം നടത്തിയ പോക്സോ കേസിലെ പ്രതിയെ ശിക്ഷിച്ചു. ചെറുതുരുത്തി കുളമ്പുമുക്ക് സ്വദേശി പ്ലാക്കൂട്ടത്തിൽ വീട്ടിൽ അബൂബക്കറിനെയാണ് 14 വർഷം കഠിന തടവിനും 70,000 രൂപ ശിക്ഷയും വിധിച്ചത്. വിലങ്ങന്നൂർ മുതൽ പട്ടിക്കാട് PG റോഡ് ജംഗ്ഷൻ വരെയുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണ സ്തംഭനത്തിനെതിരെ പാണഞ്ചേരി മണ്ഡലം INTUC കമ്മിറ്റി PG റോഡ് ജംഗ്ഷനിൽ പ്രതീകാത്മക പ്രതിഷേധ ശയന പ്രദക്ഷിണം നടത്തി. കോൺഗ്രസ് ജില്ലാ നിർവാഹക സമിതി അംഗം KC അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. ചേലക്കര SMT GHSS വിദ്യാർത്ഥികൾ നൂതന ആശയം ദേശീയ ശ്രദ്ധ നേടി. സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ KV അശ്വിൻ, ഹെവേന ബിനു എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച PCR വാട്ട് വാച്ച് എന്ന സയൻസ് പ്രോജക്ടാണ് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെ ഒല്ലൂർ സെന്ററിൽ സായാഹ്ന ധർണ നടത്തും. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കാട്ടൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ തേർമഠം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ഒല്ലൂക്കര ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPCCയുടെ ആഹ്വാനപ്രകാരം ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം ഗുരുവായൂർ നിയോജക മണ്ഡലം UDF കൺവീനർ KV ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ പ്രകടനം നടത്തി. മുൻ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുന്നംപറമ്പ് സെന്ററിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നാടക സംവിധായകനും അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ ദീപൻ ശിവരാമന് കൊടകര സൌഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. AR ബാബു അധ്യക്ഷത വഹിച്ചു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ 16-ന് പുലിക്കളി ആഘോഷമൊരുക്കും. ടൗൺ ഹാൾ പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന പുലിക്കളി ഘോഷയാത്ര നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ, മാർ പോളി കണ്ണൂക്കാടൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് KR വിജയ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വാടാനപ്പള്ളി ലയൺസ് ക്ലബ് അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം ഓണം ആഘോഷിച്ചു. ക്ലബ് പ്രസിഡന്റ് ജയപ്രകാശ് ചക്കാമഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. അടാട്ട് കുന്നുംപുറം കുടിവെള്ള പദ്ധതി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി NS അയൂബ് ഉദ്ഘാടനം ചെയ്തു.
കുറ്റിച്ചൂർ വടക്കുമുറി ദേശത്തെ ശ്രീനാരായണ ഗുരുദേവ മന്ദിരം കമ്മിറ്റിയുടെയും ഗുരുകുലം ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ ഗുരുദേവ പ്രതിഷ്ഠയുടെ 50ാം വാർഷിക ദിനാചരണവും സാംസ്കാരിക സമ്മേളനവും നടന്നു. സാംസ്കാരിക സമ്മേളനം അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജി നന്ദനൻ ഉദ്ഘാടനം ചെയ്തു. SC/ST ഫെഡറേഷൻ ഏർപ്പെടുത്തിയ 2ാമത് മഹാത്മാ അയ്യങ്കാളി സംസ്ഥാന പുരസ്കാരം അഡ്വക്കേറ്റ് സജി ചേരുമാന് സമ്മാനിക്കും. പുരസ്കാരം ഈ മാസം 17-ന് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ എഴുത്തുകാരൻ ദിവാകരൻ മുണ്ടക്കയം സമ്മാനിക്കും. വായനാശീലമുള്ള കുട്ടികൾക്ക് വീട്ടിൽ കൊച്ചു വായനശാല തുടങ്ങുന്നതിന് സൌജന്യമായി 50 പുസ്തകം നൽകുന്ന പുസ്തകപ്പുരയുടെ 2ാം വാർഷികാചരണം ശനിയാഴ്ച നടക്കും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന വാർഷികാചരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. ഫ്യൂച്ചർ ഫിലിംസിന്റെ ബാനറിൽ നവാഗതനായ എമേഴ്സൺ ഡേവിസ് സംവിധാനം ചെയ്യുന്ന ദി ബ്ലൈൻഡ് ഐ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഉടൻ ആരംഭിക്കും. ഐഫോണിൽ ചിത്രീകരണത്തിന് ഒരുങ്ങുന്ന സിനിമ വെബ് സീരീസ് പാറ്റേണിലാണ് ചിത്രീകരിക്കുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിൽ ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ നിർവഹിച്ചു. അളഗപ്പ നഗർ കോൺഗ്രസിൽ ഗ്രൂപ്പ് തർക്കം. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് CPI-യുടെ വോട്ട്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം ആമണ്ടൂരിൽ ഹോട്ടലുകളിൽ മോഷണം. പണവും ലോട്ടറി ടിക്കറ്റുകളും ഭക്ഷ്യവസ്തുക്കളും കവർന്നു. ആമണ്ടൂർ സെന്ററിലുള്ള ഫ്രണ്ട്സ് ഹോട്ടൽ, ആമണ്ടൂർ പടിഞ്ഞാറ് വശമുള്ള വാപ്പാന്റെ കട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. പുതുക്കാട് ചെങ്ങാലൂരിൽ വിവാഹ വിരുന്നിനെത്തിയ 11 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ചെങ്ങാലൂർ SN പുരം തെങ്ങിൽ ഗിരിജന്റെ മകളുടെ വിവാഹത്തിന് മുന്നോടിയായുള്ള വിരുന്നിനിടെ വിളമ്പിയ ഭക്ഷണത്തിൽ നിന്നാണ് വിഷബാധയേറ്റത്. അന്തിക്കാട് സർക്കാർ ആശുപത്രി റോഡിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന കുഴിയിൽ വീണ് വീട്ടമ്മയ്ക്കും മരുമകൾക്കും പരിക്കേറ്റു. താന്യം പുതിയ വീട്ടിൽ മുഹമ്മദ് അലിയുടെ ഭാര്യ റംലത്ത്, മരുമകൾ അംന നിസാർ എന്നിവർക്കാണ് പരിക്ക്. ദേശീയപാത കുട്ടനല്ലൂരിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞു. നാമക്കലിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് വളം കയറ്റിപ്പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. അപകടത്തിലാർക്കും പരിക്കില്ല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ചിറക്കൽ സെന്ററിൽ ചേർന്ന പൊതുയോഗം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കാട്ടകാമ്പാൽ സ്രായിക്കടവിൽ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ബോട്ട് സർവീസ് ആരംഭിക്കുന്നു. വ്യാഴാഴ്ച K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് 100ഓളം നിർധന വീടുകളിലേക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. പുന്നപ്പള്ളി മനയിൽ നടന്ന കിറ്റ് വിതരണം മണപ്പുറം സമീക്ഷ വൈസ് പ്രസിഡന്റ് MP സജീവ് ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ ഓണത്തോടനുബന്ധിച്ച് കർഷക ചന്ത ആരംഭിച്ചു. പഞ്ചായത്ത് ടാക്സി സ്റ്റാൻഡിൽ ആരംഭിച്ച കർഷക ചന്ത പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. ചിറ്റാറ്റുകര സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണ ഓണ വിപണിക്ക് തുടക്കമായി. മുരളി പെരുന്തല്ലി MLA സഹകരണ വിപണി ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പരക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ 1ാം ഘട്ട സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. പെരിഞ്ഞനം ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. ലയൺസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി കർഷക ചന്ത ആരംഭിച്ചു. പെരിഞ്ഞനം ഇക്കോ ഷോപ്പിൽ ആരംഭിച്ച ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ സെന്റ് റാഫേൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ഓണക്കോടി സമ്മാനിച്ച വിദ്യാർത്ഥിനികൾ. തൃശൂർ, പുതുക്കാട്, ആമ്പല്ലൂർ, മരത്താക്കര, തൃക്കൂർ റൂട്ടുകളിലോടുന്ന ബസ്സിലെ ജീവനക്കാർക്കാണ് വിദ്യാർത്ഥിനികൾ ഓണക്കോടി വിതരണം ചെയ്തത്. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് NSS യൂണിറ്റും ലയൺസ് ക്ലബ്ബും സംയുക്തമായി IMA ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സർഗലയ വിഷ്വൽ മീഡിയ ആൻഡ് ഓഡിയോ ആൻഡ് വീഡിയോ പ്രൊഡക്ഷൻ ഹൌസ് അവതരിപ്പിക്കുന്ന ഫിയർ ഓൺ ഫേസ് എന്ന ഷോർട്ട് മൂവിയുടെ റിലീസ് വെള്ളിയാഴ്ച നടക്കും. കേരള സംഗീത നാടക അക്കാദമി നാട്യഗൃഹത്തിൽ നടക്കുന്ന ചടങ്ങിൽ സിനി ആർട്ടിസ്റ്റ് പൌളി വത്സൻ ഷോർട്ട് മൂവി റിലീസ് ചെയ്യും. കടങ്ങോട് പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി കർഷക ചന്ത ആരംഭിച്ചു.
പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.